ഹലോ ഗൈസ്, ഇവിടെ മഞ്ഞ് വീഴാണ് ഗൈസ്. നമ്മളിപ്പോ ബാംബർഗിലാണ്. അത് ഞാൻ പറയാൻ പറഞ്ഞു. മഞ്ഞ് കാണുന്നില്ല. ഹലോ എവ്രി വൺ, ഇന്ന് ഞാൻ പോയ കുട്ടി ട്രിപ്പ് ബാംബർഗിലോട്ടാണ്. ആൻഡ് ദിസ് വാസ് എ സഡൻലി പ്ലാൻ ട്രിപ്പ്. ഇവള് തന്നെ, എൻ്റെ ഐസല്ല ജൂനിയർ നിരഞ്ജന. ഇവളെന്നോട് ബാംബർഗിലോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു നമുക്ക് ബാംബർക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ പോയി. ആൻഡ് ഓരോ പ്ലേസിൽ പോകുമ്പോഴും ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരല്ലേ ആ ട്രിപ്പ് സ്പെഷ്യലാക്കുന്നത്. അങ്ങനെ എനിക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ഇത്. ആൻഡ് ഞങ്ങൾ പോയ ദിവസം മഞ്ഞൊക്കെ വീഴുന്നുണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. ആക്ച്വലി നല്ലൊരു ദിവസമായിരുന്നു. To tell about Bamberg, Bamberg is one of the best preserved medieval towns in Germany. That's because it escaped heavy bombing during World War II. ബാക്കി ജർമ്മൻ സിറ്റീസൊക്കെ എക്സ്റ്റെൻസീവ്ലി ഡിസ്ട്രോയ്ഡ് ആയിരുന്നപ്പോൾ ബാംബർഗ് വാസ് നെവർ എ മിലിറ്ററി ഓർ ഇൻഡസ്ട്രിയൽ ടാർഗറ്റ്. ആൻഡ് സോ വാട്ട് യു സീ ഹിയർ ഈസ് റിയൽ, നോട്ട് റീകൺസ്ട്രക്റ്റഡ്. ഇവിടെ ക്രിസ്മസ് മാർക്കറ്റ് ഒക്കെ പൊളിച്ചിട്ടു ഗൈസ് നമ്മൾ വന്നപ്പോഴത്തേക്കും. സോ നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഇനിയിപ്പോൾ വല്ല കടയിലും കയറി ഇറങ്ങി ചുമ്മാ അലഞ്ഞിരിഞ്ഞ് നടക്കാം. അത്ര തന്നെ. 24th അല്ലേ ഇന്ന്? 23rd കൊണ്ട് ക്രിസ്മസ് മാർക്കറ്റ് ഒക്കെ തീരും. ഉണ്ണേശു ജനിക്കാറായോണ്ട് എല്ലാം പൊളിച്ചു കളഞ്ഞു. ഇന്ന് രാത്രിയല്ലേ ഇന്ത്യയിലൊക്കെ ക്രിസ്മസ്? ഇവിടെ അപ്പൊ തന്നെ ആയിരിക്കും അല്ലേ? എനിക്കറിയത്തില്ല. സോ നമ്മൾ വന്നപ്പോഴത്തേന് ക്രിസ്മസ് മാർക്കറ്റൊക്കെ പൊളിച്ചു കളഞ്ഞു. സോ ദ സ്ട്രീറ്റ്സ്, ഹൗസസ് ആൻഡ് ചർച്ചസ് ആക്ച്വലി സർവൈവ് ദ വാർ. ഈ ക്രിസ്മസ് ട്രീ കണ്ട, ഇതിൽ എന്തോരം ഡെക്കറേഷൻസാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ താഴെ വീഴും എന്ന രീതിക്കാണ് നിൽക്കുന്നത്. പിന്നെ ഈ വ്യൂ, മോസ്റ്റ് ഓഫ് ദി സിറ്റീസിലും പോകുമ്പോൾ ഇങ്ങനെ ഒരു മെയിൻ റിവർ സൈഡ് കാണും. എന്നെ സംബന്ധിച്ചിടത്തോളം ആ റിവർ സൈഡൊക്കെ എനിക്ക് ഭയങ്കര രസമാണ് കാണാൻ. അവിടെ പോയി നിൽക്കുമ്പോൾ ശരിക്കും കാം ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ് നമുക്ക് കിട്ടുക. ആൻഡ് ദ പീപ്പിൾ വിത്ത് മീ, ദാറ്റ് മേക്സ് എ ട്രിപ്പ് മോർ പെർഫെക്റ്റ് ആൻഡ് മോർ ഹാപ്പിയർ. അപ്പോൾ ഒരു ദിവസം വെറുതെ ബോറടിച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും കിട്ടി അവരെയും കൂട്ടി, അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിലും അങ്ങ് പോവുക. പ്രത്യേകിച്ച് പ്ലാനൊന്നും വേണ്ടാത്തൊരു സിറ്റിയാണ്. ജസ്റ്റ് അവിടെ ചെന്ന് സിറ്റി മൊത്തം നടന്ന് കാണാനുള്ളതേ ഉള്ളൂ. ഇത് കണ്ടോണേ, ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ, അത് ശരിക്കും ഒരു ചെറിയ ബോട്ടാണ്. അത് രസമുണ്ടായിരുന്നു കാണാൻ. ഈ കൺസ്ട്രക്ഷൻസൊക്കെ അടിപൊളിയല്ലേ കാണാനായിട്ട്. സോ പീപ്പിൾ ഹു ലവ്സ് ടു സീ ദിസ് ജർമ്മൻ ആർക്കിടെക്ചർ, അവർക്കൊക്കെ ഈ സ്ഥലം നല്ലോണം ഇഷ്ടമാവും. ആൻഡ് ബോറടിച്ചിരിക്കുന്നവർ വന്ന് കാണാൻ പറ്റിയൊരു സ്ഥലമാണെന്ന് ഞാൻ പറയും. പിന്നെ ഞാൻ അവിടുന്ന് ഒരു ഫാൻ്റെ ഒക്കെ കുടിച്ചു. ഐ ആം ഓൾവേസ് എ ഫാൻ്റെ ലവർ. ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് ഡോമാണ്. ഇവിടെയാണ് ഡോമിൻ്റെ അടുത്തൊരു ഡോം കത്തീഡ്രൽ ഉണ്ട്. അവിടെയും രസമാണ്. കുറച്ച് നേരം ഞാനും അവിടെ പോയി ഇരുന്നിരുന്നു. അതിൻ്റെ ഉള്ളിലെ കൺസ്ട്രക്ഷനും അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ അടുത്തൊരു മ്യൂസിയം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോയപ്പോൾ ആ മ്യൂസിയം ക്ലോസ്ഡ് ആയിരുന്നു. ഈ ട്രിപ്പ് ശരിക്കും ഞാൻ നിരഞ്ജനയോട് എവിടെയെങ്കിലും പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പോയതാണ്. ആൻഡ് ദാറ്റ് വാസ് വർത്ത് ഇറ്റ്. ഹലോ ഗൈസ്, ഇത് നമ്മുടെ എൻ്റെ ഇവിടുത്തെ ലാസ്റ്റ് ട്രിപ്പാണ് ഗൈസ്, ബാംബർഗ് ട്രിപ്പ്. ആവശ്യത്തെ അത് കഴിഞ്ഞ് PhD ഇങ്ങോട്ട് തന്നെ വരും. കിട്ടിയാൽ ഇങ്ങോട്ട് തന്നെ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. സോ ഒന്നുമില്ല, സൈനിങ് ഓഫ് ഫോർ നൗ. ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും ഈ ഫ്രെയിമിൽ ഞാനും ഉണ്ടാവും. Till then, it's me and signing off. Bye bye.